എനിക്കൊരു കത്ത് തന്നിട്ടുണ്ട്. ആ കത്ത് അവിടെ വീട്ടിൽ കിടക്കുകയാണ്. മിഞ്ഞാന്നാണ് തന്നതെന്ന് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെന്ന് വെച്ചാൽ മിഞ്ഞാന്ന് തന്നതാണ്. ഞാൻ കത്ത് തുറന്നു നോക്കിയില്ല. അതിനകത്ത് എന്ത് എഴുതി എന്നുള്ളത് എനിക്കറിയില്ല. പോയി വന്ന് കത്ത് വായിച്ചതിന് ശേഷം അറിയിക്കാം. ഓക്കെ. പിന്നെ അവർ എന്നോട് BJP-ക്കാർ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, CPM-കാർ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊരു രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ഒരു ഭീഷണിയുടെ രൂപത്തിൽ അവരെന്നോട് സംസാരിച്ചു. നിങ്ങൾക്കറിയില്ല, അതൊന്നും എൻ്റെ അടുത്ത് വിലപ്പോകുന്നതല്ല. ഇതൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട സമുന്നതരായ കോൺഗ്രസ് നേതാക്കൾ കെ സുധാകരനും VD സതീശനും ഇതേക്കുറിച്ച് സംസാരിച്ച ചില ഭാഗങ്ങളാണ് കണ്ടത്. വിഷയത്തിലേക്ക് വരാം. ബോബി ചെമ്മണ്ണൂർ എന്ന പ്രതിയെ ആഘോഷിക്കുന്ന തിരക്കിൽ മാധ്യമങ്ങൾ ബോധപൂർവം വിട്ടുകളഞ്ഞ ഗൗരവമേറിയ ഒരു വാർത്തയുണ്ട്. മകനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയ വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ പ്രേരണാ കുറ്റം ചുമത്തി പ്രതിയായി നിൽക്കുകയാണ് കോൺഗ്രസ് MLA IC ബാലകൃഷ്ണൻ. DCC പ്രസിഡന്റ് കൂട്ടുപ്രതിയാണ്. കൈരളി ന്യൂസ് പുറത്തു കൊണ്ടുവന്ന വിജയന്റെ ആത്മഹത്യാ കുറിപ്പാണ് കേസന്വേഷണത്തിൽ വഴിത്തിരിവായത്. MLA പ്രതിയായ ഈ ദിവസം ആ ഗൗരവത്തിൽ എത്ര മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തു? IC ബാലകൃഷ്ണൻ MLA ആയി തുടരാൻ അനുവദിക്കുന്ന നേതൃത്വത്തിൻ്റെ തീരുമാനം രാഷ്ട്രീയമായി അധാർമികമാണെന്ന നിലപാട് ആരെടുത്തു? കൈരളി ന്യൂസ് പുറത്തു കൊണ്ടുവന്ന വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് തങ്ങളാണ് കൊണ്ടുവന്നതെന്ന് നിർലജ്ജം വീമ്പു പറഞ്ഞതിനപ്പുറം എന്ത് മാധ്യമ നിലപാട് സ്വീകരിച്ചു? ബോബി ചെമ്മണ്ണൂരിനെ ആഘോഷിച്ച് കോൺഗ്രസ് നേതൃത്വത്തെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിവാക്കി നിർത്തുന്നതും നാട് കാണുകയാണ്. വാളയാർ കേസിനെ ഇടതുമുന്നണിക്കെതിരെ രാഷ്ട്രീയായുധമാക്കിയ കോൺഗ്രസിനും ചില മാധ്യമങ്ങൾക്കും എട്ടിൻ്റെ പണി കിട്ടിയ ദിവസം കൂടിയാണ്. CBI കൊടുത്ത കുറ്റപത്രത്തിൽ വാളയാറിലെ പെൺകുട്ടികളുടെ അമ്മയും രണ്ടാനച്ഛനും പ്രതികളാണ്. തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് പ്രതിരോധത്തിൻ്റെ കുഞ്ഞുടുപ്പ് തെരഞ്ഞെടുപ്പ് ചിഹ്നമാക്കിയവരും വാർത്തയായി ആഘോഷിച്ചവരും ഈ നാട്ടിൽ തന്നെ ഇപ്പോഴും ഉണ്ടല്ലോ. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPIM, അഡ്വക്കേറ്റ് വസന്ത് ചെറിയ കോൺഗ്രസ്, ശ്രീജിത്ത് ദിവാകരൻ മാധ്യമപ്രവർത്തകൻ. അഡ്വക്കേറ്റ് വസന്ത്, സ്വന്തം സഹപ്രവർത്തകൻ കോൺഗ്രസിൻ്റെ തന്നെ വയനാട്ടിലെ സീനിയറായിട്ടുള്ള നേതാക്കളിൽ ഒരാൾ DCC ട്രഷററായിട്ടുള്ള വിജയൻ മകന് വിഷം കൊടുത്ത് മകനെ കൊല്ലുന്നു, സ്വയം ജീവൻ ഒടുക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വലിയ ദുരൂഹതകൾ നിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്ന ദിവസം നമ്മൾ തന്നെ സംസാരിച്ചതുമാണ്. ഇന്നിപ്പോൾ ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് IC ബാലകൃഷ്ണൻ MLA, നിയമസഭയിലെ കോൺഗ്രസിൻ്റെ MLA-മാരിൽ ഒരാളായിട്ടുള്ള IC ബാലകൃഷ്ണൻ ആ കേസിൽ പ്രേരണാ കുറ്റം ചുമത്തി പ്രതിയായി നിൽക്കുന്നു. കൂട്ടുപ്രതി ചെറിയ ആളല്ല, DCC പ്രസിഡൻ്റാണ്. ആ നിലയിലാണ് ഇരുവരും ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇപ്പോൾ കേരളത്തിന് മുമ്പിൽ ഈ കേസിൽ പ്രതികളായി നിൽക്കുന്നത്. അതൊരു ഗുരുതരമായ ഗൗരവമായ സാഹചര്യമല്ലേ? ശ്രീ ശരത്, ഞങ്ങൾ ആരും നിയമത്തെ പേടിച്ച് ഒളിച്ചോടാനോ സുപ്രീം കോടതിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ സിറ്റിങ്ങിന് മേടിക്കുന്ന അഭിഭാഷകരെ കെട്ടിയിറക്കാനോ പോകുന്നില്ല. ഞങ്ങൾ ഈ രാജ്യത്തെ നിയമത്തെ വിശ്വസിക്കുകയാണ്. ഞങ്ങൾ ആ നിയമത്തിന്റെ സാധ്യമായ എല്ലാ വഴികളിലും ഞങ്ങൾ പോവുകയും ചെയ്യും. നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ പോലീസിന്റെ ഒരു തിടുക്കത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം വരെ ഞാൻ അങ്ങയോട് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ രണ്ട് ചർച്ചകളിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് ചർച്ചകളിലും അങ്ങും ഞാനും തന്നെയായിരുന്നു രണ്ട് സൈഡിലും ഉണ്ടായിരുന്നത്. ഞാൻ അങ്ങയോട് ഏറ്റവും ആവേശത്തോടു കൂടി പറഞ്ഞത് നിങ്ങളെ പോലീസ് എന്താണ് IC ബാലകൃഷ്ണനെ പ്രതി ചേർക്കാത്തത് എന്നാണ്. അതായത് ആദ്യ ദിവസം ഇതാ സമാനമായ കത്ത് പുറത്തു വന്ന ദിവസങ്ങളിൽ പോലും പോലീസിന് പ്രതി ചേർക്കാൻ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ശ്രീ തിരുവഞ്ചൂരിന്റെ നേതൃത്വത്തിലുള്ള KPCCയുടെ അന്വേഷണ കമ്മീഷൻ ആ കുടുംബത്തെ കാണുന്നു. കുടുംബം പറയുന്നു ഞങ്ങൾ പാർട്ടിക്കൊപ്പം അടിയുറച്ചു നിൽക്കും, ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു, അത് തിരുത്തി എന്ന് പറഞ്ഞതിന്റെ മണിക്കൂർ തികയുന്നതിന് മുമ്പ് IC ബാലകൃഷ്ണനെ പ്രതി ചേർക്കുകയാണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യമില്ല, ദുരുദ്ദേശമില്ല നിങ്ങളുടെ പോലീസിന് എന്ന് പറഞ്ഞാൽ അൻവറിന്റെ മതിൽ രാത്രി ചാടിക്കറന്ന ബോബി ചെമ്മണ്ണൂറിനെ അറസ്റ്റ് ചെയ്ത നല്ല കാര്യമാണ് കേട്ടോ. ബോബി ചെമ്മണ്ണൂറിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി പോലീസ് IC ബാലകൃഷ്ണന് വേണ്ടി എന്തിനാണ് ഇന്ന് 11ാമത്തെ ദിവസമാണ് വിജയേട്ടൻ മരിച്ചിട്ട് 11 ദിവസം കാത്തിരുന്നതെന്നും ഒടുക്കം ആ കുടുംബം ഞങ്ങളുടെ ഒപ്പം നിലകൊള്ളാൻ തീരുമാനിച്ചപ്പോൾ അതിൽ ഇറങ്ങുന്നതെന്നും അത് നിങ്ങളുടെ തീരുമാനം പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ്, നല്ല കാര്യം.
ഇനി രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അവിടെ ഒരു ചോദ്യം രണ്ട് വസന്ത്, ഇവിടെ ഒരു പ്രശ്നം അതൊന്നുമല്ല. അതൊക്കെ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ. പ്രശ്നം എന്താണ്? IC ബാലകൃഷ്ണൻ, DCC പ്രസിഡന്റ്, ഇവർ കോൺഗ്രസിന്റെ നേതാക്കളാണ്. അവരാണിതിൽ പ്രതികളായി വന്നിട്ടുള്ളത്. രാഷ്ട്രീയമായി ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിലൊരു ധാർമ്മിക ഉത്തരവാദിത്വമില്ലേ? എന്തുകൊണ്ടാണ് അവരെ സംഘടനാപരമായ ഒരു നടപടി പോലും എടുക്കാതെ ഈ പ്രതികളായി വരുമ്പോൾ അവരെ സംരക്ഷിക്കുന്നത്? രണ്ട് വളരെ ഗുരുതരമായ സഹകരണ നിയമന തട്ടിപ്പ് അടക്കമുള്ള പ്രശ്നങ്ങൾ ഇതിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി ഇവർക്കെതിരെ സംഘടനാപരമായി ഒരു നടപടി പോലും സ്വീകരിക്കാതെ ഇങ്ങനെ ന്യായീകരിക്കുന്നത്, ഇങ്ങനെ വെളുപ്പിക്കുന്നത്? ശ്രീ ശരത്, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു അച്ചടക്ക സമിതിയുണ്ട്. ആ സമിതിക്ക് ഒരു അധ്യക്ഷനുണ്ട്. ആ അധ്യക്ഷനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹമാണ് അന്വേഷണ കമ്മീഷനായി കഴിഞ്ഞ ദിവസം വയനാട് എത്തിയത്. അദ്ദേഹം ഇന്നലെ എത്തിയതേ ഉള്ളൂ. ഇന്നാണ് അദ്ദേഹം തിരിച്ചു തിരുവനന്തപുരത്ത് എത്തുന്നത്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് വരട്ടെ. അല്ലാതെ എടുത്തു ചാടി പാർട്ടി പ്രവർത്തകരെ പുറത്താക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവരോട് മാറി നിൽക്കാൻ പറയാൻ പറ്റുമോ? ഇല്ല. ആ അന്വേഷണ കമ്മീഷണർ റിപ്പോർട്ട് വരണം. ആ റിപ്പോർട്ട് പാർട്ടി പരിഗണിക്കും. അതിൽ എത്ര ഉന്നതനാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പാർട്ടി കോടതിയും പാർട്ടി പോലീസും ഒന്നുമില്ല. പക്ഷെ പാർട്ടിയുടെ ചില സംഘടനാ ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂടിന് ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ വസന്ത്. ഇതേ അച്ചടക്ക സമിതി ഇതുമായി ബന്ധപ്പെട്ടല്ലെങ്കിലും ഒരു കാര്യം കൂടി, കണ്ണൂർ മാടായിലേക്ക് ഇതുപോലൊരു പോക്കി അച്ചടക്ക സമിതി പോയിരുന്നു. എന്നിട്ട് എന്തായി? അച്ചടക്ക സമിതി അച്ചടക്കം പഠിപ്പിച്ചോ കോൺഗ്രസ് പ്രവർത്തകരെ, കോൺഗ്രസ് നേതാക്കളെ? എന്നിട്ട് ആ റിപ്പോർട്ട് ജനം കണ്ടോ? എന്തായിരുന്നു അതിലെടുത്ത നടപടി? അച്ചടക്ക സമിതി തിരുവഞ്ചൂരിന്റെ അങ്ങനെയാണെങ്കിൽ മറ്റൊരു അച്ചടക്ക സമിതി ബാലൻ സഹാബിന്റെ ശ്രീമതി ടീച്ചറിന്റെ നേതൃത്വത്തിൽ പോയി. ഞാൻ കോൺഗ്രസ് പ്രതിനിധിയായിട്ടുള്ള വസന്തിനോടല്ലേ ചോദിക്കുന്നത്. നിങ്ങളത് CPM പ്രതിനിധിയോട് ചോദിക്കണമെങ്കിൽ ചോദിച്ചോളൂ. എന്റെ ചോദ്യം കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ്. നിങ്ങൾ ഈ അച്ചടക്ക സമിതിയെ കുറിച്ച് പറയുന്നല്ലോ. ഈ അച്ചടക്ക സമിതി K. സുധാകരന്റെ ആളുകളും അതുപോലെ തന്നെ MK രാഘവന്റെ ആളുകളും കൂടെ പരസ്യമായി തമ്മിത്തല്ലി മാടായിൽ. ആ മാടായിലേക്ക് ഇതേ അച്ചടക്ക സമിതി പോയി. എന്നിട്ട് എവിടെ റിപ്പോർട്ട്? എന്ത് തീരുമാനം? അച്ചടക്കം ഉറപ്പിച്ചോ? ആരെങ്കിലും കളഞ്ഞോ? എല്ലാ പ്രശ്നങ്ങളും അച്ചടക്കത്തിന്റെ വാൾമുനയിൽ പരിഹരിക്കപ്പെടുന്നതല്ല. ചിലത് സമവായത്തിലായിരിക്കും പരിഹരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാ. അല്ല, പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെന്നേ. അപ്പൊ എന്താണ് പരിഹാരം? എന്താണ് ഈ പരിഹാരം? എന്താണ്? ആളുകളോട് പറയാമോ? പ്രധാനപ്പെട്ട കൺസേൺസ് ആണ് ഉയർന്നു വന്നിരിക്കുന്നത്. രണ്ടും ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല. ഒന്നാമത്തെ ആരോപണം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ മകന്റെ ജോലി, അതായത് NM വിജയന്റെ ലെറ്റർ ആണോ ഇത് എന്ന് ശാസ്ത്രീയ പരിശോധന നടത്തുമെന്ന് ആദ്യം പറഞ്ഞത് പോലീസാണ് കേട്ടോ. ഏറ്റവും ആദ്യം പറഞ്ഞത് IC ബാലകൃഷ്ണൻ SP പോയി കാണുമ്പോൾ അദ്ദേഹത്തോടും പിന്നീട് SP നേരിട്ട് മാധ്യമങ്ങളോടും പറഞ്ഞത് ഇതിൽ ശാസ്ത്രീയ പരിശോധന വേണം, അത് നടത്തുമെന്നാണ്. ഇനി നടത്താതിരിക്കുകയോ ചെയ്തോട്ടെ. ആ കത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന് അദ്ദേഹത്തിന്റെ മകന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് അത് ഞങ്ങൾക്കെതിരെയുള്ള ആരോപണമാണ് എന്ന് ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് അറിയാമോ? അങ്ങിപ്പോ പറഞ്ഞ ഈ അച്ചടക്ക സമിതി ഇല്ലേ, ഇതുപോലൊരു അച്ചടക്ക സമിതി KPCC സെക്രട്ടറി KE വിനയന്റെ നേതൃത്വത്തിൽ 2019 വയനാട്ടിൽ പോയി. അവിടുത്തെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അഴിമതി കണ്ടെത്തി, ക്രമക്കേട് കണ്ടെത്തി. അതൊക്കെ വസന്ത് നമ്മളത് ഒരുപാട് ചർച്ച ചെയ്താണ്. അതിനി കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ കോടതിയിൽ വാദിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിൽ വരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം, അത് രാഷ്ട്രീയമായ ചോദ്യമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ വന്നാൽ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്, കോൺഗ്രസ് നേതൃത്വത്തിന്, KPCC നേതൃത്വത്തിന് മാതൃകാപരമായി, സംഘടനാപരമായി ഈ ഘട്ടത്തിൽ ഇവർക്കെതിരെ പ്രതികളായ സാഹചര്യത്തിൽ ഇവരെ സംഘടനാപരമായി നടപടിയെടുത്ത് മാറ്റി നിർത്തേണ്ടതുണ്ടോ? ഒരാൾ ജനപ്രതിനിധിയാണ്, ഒരാൾ മുൻ MLA ആണ്, നിയമസഭയിലേക്ക് വീണ്ടും ഇതേയാൾ MLA ആയി പോകാൻ പോവുകയാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ ചോദ്യത്തിന് മുമ്പിലാണ് ഈ ദിവസം നിൽക്കുന്നത് എന്നതുകൊണ്ട് ഞാൻ വസന്തിലേക്ക് വരാം. ഇതേ ചോദ്യം ഞാൻ അരുണിനോട് ചോദിക്കുകയാണ്. അരുൺ, ഇത്തരം വിഷയങ്ങൾ ഉണ്ടായാൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അതൊക്കെ അവർ ഒളിച്ചോടുന്നവരല്ല, ഈ നാട്ടിൽ നിന്ന് ഇതിനെ നേരിടുന്നവരാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ധ്വനി വേറെയാണ്. എന്നാൽ CPIMുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ടായാൽ വലിയ തോതിൽ നടപടികളും CPMനെ രാഷ്ട്രീയം പഠിപ്പിക്കലും എല്ലാം സംഭവിക്കും. പക്ഷേ കോൺഗ്രസ്സിന് അതൊരു വിഷയവുമല്ല. ഇവിടെ ഞാൻ മറ്റൊന്നുകൂടി അരുണിൻ്റെ ശ്രദ്ധയിലേക്ക് വരും. ഞാൻ എൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെ ശക്തമായ നടപടിയാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. റിമാൻഡ് ചെയ്തു. നിശ്ചയമായും ആ വാർത്ത ഗൗരവമുള്ള വാർത്ത തന്നെയാണ്. ആ നിലയിൽ പോകുമ്പോഴും കേരളത്തിലൊരു MLA പ്രതിയായി വന്ന ദിവസം, നിങ്ങളൊക്കെ എല്ലാ ചാനലുകളിലും ചർച്ചയ്ക്ക് പോകുന്ന പാർട്ടി വക്താക്കൾ കൂടിയാണല്ലോ. എത്ര മാധ്യമങ്ങൾ കേരളത്തിലൊരു MLA പ്രതിയായി നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടപ്പോൾ എത്ര മാധ്യമങ്ങൾ അതിൻ്റെ ഗൗരവത്തെ ഉൾക്കൊണ്ടു? രണ്ട് ഭാഗം ഞാൻ അരുണിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. കൃത്യമാണ്. ഇവിടെ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള നിരവധി സംഭവ വികാസങ്ങളിൽ മാസങ്ങളെടുത്ത് ചർച്ച ചെയ്ത വിഷയങ്ങളുണ്ട്.
കോൺഗ്രസ് വലിയ ധാർമ്മികതയുടെ എല്ലാ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ സഹായത്തോടെ ഇടതുപക്ഷത്തെയും പ്രത്യേകിച്ച് CPM-നെയും CPM-ന്റെ നേതാക്കന്മാരെയും ആക്രമിച്ച നിരവധി സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിലൊന്ന് സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. അടുത്ത കാലത്ത് ചില സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച പണം പിൻവലിക്കാൻ കഴിയാതെ വന്ന സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളുടെ പേരിൽ കേരളത്തിന്റെ സഹകരണ മേഖലയെ ആകെ തകർക്കാൻ വേണ്ടി നടത്തിയ BJP-യും കോൺഗ്രസും മാധ്യമങ്ങളും എത്ര മാസങ്ങളാണ് ചർച്ച നടത്തിയത്. ഇപ്പോ വയനാട്ടിൽ നിന്ന് വാർത്ത വന്നിരിക്കുന്നു, ബത്തേരിയിൽ നിന്ന് വാർത്ത വന്നിരിക്കുന്നു. ബത്തേരി അർബൻ ബാങ്കിലും കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളിലുമെല്ലാം 10-15 വർഷം മുമ്പേ മുതൽ തന്നെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്കുകളിലെല്ലാം നിയമനം നടത്താൻ ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങിയിരിക്കുന്നു. 32 ലക്ഷം രൂപയല്ലേ 2014 കോഴ വാങ്ങിയതായി കോൺഗ്രസിന്റെ മരണപ്പെട്ട നേതാവിന്റെ ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വച്ചിരിക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ വായിച്ചത്. അപ്പോൾ എത്രയോ ബാങ്കുകളിൽ അങ്ങനെ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വന്തം ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആരും സഹായിക്കാതെ വന്ന് ആകെയുള്ള കിടപ്പാടവും വീടും പണയം വെച്ച് ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത ഏറ്റെടുക്കേണ്ടി വന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഓരോന്നായി പുറത്തു വരികയല്ലേ. ഇപ്പൊ അങ്കമാലി അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടും തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ നേതാവും ആത്മഹത്യ ചെയ്തതും ഹൃദയം പൊട്ടി മരിച്ച വാർത്തകളെല്ലാം അടുത്ത കാലത്ത് വന്നു. അപ്പൊ സഹകരണ മേഖലയിൽ CPM വലിയ പ്രശ്നമുണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ സഹായത്തോടെ ആക്രമിച്ച ഒരു സാഹചര്യം ഇപ്പൊ പൊളിഞ്ഞു പാളിസായി. ആരാണ് ഇത്തരത്തിലുള്ള അധാർമികമായിട്ടുള്ള നിയമന കോഴയ്ക്ക് അടക്കം സാമ്പത്തിക തട്ടിപ്പിനടക്കം നേതൃത്വം കൊടുക്കുന്നത് എന്ന് വ്യക്തമായി. അതുപോലെ തന്നെ ഇവിടെ ഒരാത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സൂയിസൈഡ് നോട്ടുമില്ല, ഒരു മറ്റ് സാഹചര്യങ്ങളുമില്ല. ഒരു പ്രസംഗത്തിൽ ചില വാക്കുകൾ ഉച്ചരിച്ചു എന്നതുകൊണ്ട് CPM-ന്റെ നേതാവ് PP ദിവ്യക്കെതിരെ എത്ര മാസമാണ് ചർച്ച നടത്തിയത്. പ്രധാനപ്പെട്ട ചില ചാനലുകൾ 15 ദിവസം തുടർച്ചയായിട്ട് അന്തിച്ചർച്ച നടത്തി. അവിടെ ഒരു സൂയിസൈഡ് നോട്ടുമില്ല, മറ്റ് സാഹചര്യമില്ലല്ലോ. ഇവിടെ കൃത്യമായിട്ട് മരണമൊഴി വന്നിരിക്കുന്നു. അത് ഡൈൻ ഡിക്ലറേഷൻ ആണ്. അതിൽ നേതാക്കന്മാരുടെ പേര് പറഞ്ഞിരിക്കുന്നു, സാഹചര്യം വച്ചിരിക്കുന്നു. 10 ദിവസം ഈ കത്ത് ഹോൾഡ് ചെയ്യണം. എന്റെ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ എന്നെ സഹായിക്കും, എന്റെ കുടുംബത്തെ സഹായിക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ മാത്രം ഈ കത്ത് DYSPക്ക് കൊടുക്കാൻ പറയുന്നു. മരണത്തിൽ പോലും തന്റെ പ്രസ്ഥാനത്തെ സ്നേഹിച്ച ഒരു നേതാവിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളല്ലേ പുറത്തു വന്നത്. ഇപ്പോ ഏതെങ്കിലും ഇപ്പൊ ചോദിച്ചല്ലോ, മറ്റു ചാനലുകൾക്ക് ഒന്നും ഇതൊരു വാർത്തയല്ല. ഏതെങ്കിലും CPM-ന്റെ പാർട്ടി അംഗത്തിന്റെ ബന്ധു ആണ് ഇത്തരത്തിലൊരു കേസിൽ പെട്ടതെങ്കിൽ എത്ര ദിവസം ചർച്ച നടത്തുമായിരുന്നു. അതായത് അത്ര ഗൗരവമായി MLA പ്രതിയായിരിക്കുന്നു. ഇവിടെ പറയുന്നത് ധൃതി കൂടിപ്പോയി എന്നതാണ്. ഒരു ക്രിമിനൽ കേസിൽ കൃത്യമായി അസ്വാഭാവികമായിട്ടുള്ള മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. 10 ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ സൂയിസൈഡ് നോട്ട് കിട്ടുന്നു. ആ സൂയിസൈഡ് നോട്ട് ഈസ് ഈക്വൽ ടു ഡൈൻ ഡിക്ലറേഷൻ ആണ്. അതിൽ കൃത്യമായി വിവരങ്ങൾ 6 പേജ് കാര്യകാരണ വിവരങ്ങൾ ഡേറ്റ് സഹിതം കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഇവരാണ് ഉത്തരവാദി എന്ന് പറഞ്ഞിരിക്കുന്നു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യണ്ടേ? പോലീസ് അതിന്റെ കടമ നിർവഹിക്കണ്ടേ? ഇവിടെ ശ്രീ PV അൻവർ നേരെ പോയി വനം വകുപ്പിന്റെ ഓഫീസ് തല്ലി തകർക്കുന്നു. കൃത്യമായി ലൈവ് വരുന്നു. നിയമ നടപടി എടുത്താൽ അത് വലിയ കുറ്റം. ഇന്നിപ്പോ ബോബി ചെമ്പന്നൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി കിട്ടി, പോലീസ് നടപടിയെടുത്തു, അറസ്റ്റ് ചെയ്തു. അത് പോലീസ് ചെയ്യുന്ന സാഹചര്യമാണ്. പണ്ട് കാലത്ത് ജിഷ കൊലക്കേസുണ്ട്. UDF-ന്റെ ഭരണകാലത്ത് അവസാന സമയം ഒരു മാങ്ങ കെട്ടിത്തൂക്കി, ആപ്പിൾ കെട്ടിത്തൂക്കി, അതിന്റെ പല്ലിന്റെ വിടവ് ഉള്ള പ്രതികൾ വന്ന് കടിച്ച് ആ നാട്ടിലെ ചെറുപ്പക്കാരെ കൊണ്ട് മുഴുവൻ മാങ്ങയും ആപ്പിളും കടിപ്പിച്ച ആ UDF-ന്റെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും പോലീസും അല്ല ഇപ്പോൾ ഉള്ളത്. അതേപോലെ തന്നെ ഒരു ചെരുപ്പ് പ്രതിയുടേതെന്ന് സംശയിക്കുന്ന ഒരു ചെരുപ്പ് കിട്ടിയപ്പോൾ മറ്റേ ചെരുപ്പ് എടുക്കാൻ വേണ്ടി പ്രതി തിരിച്ചു വരും എന്ന് പറഞ്ഞ ആഴ്ചകൾ മാസങ്ങൾ കാത്തിരുന്ന ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ല ഇവിടെ ഉള്ളത്. ദിലീപ് അടക്കം എത്ര പ്രമുഖന്മാരായാലും നിയമത്തിന്റെ മുന്നിൽ അവർക്ക് ഒരു പരിഗണനയുമില്ല. ഈക്വൽ എല്ലാ പ്രതികൾക്കും ഒരേ പരിഗണനയാണെന്ന് തെളിയിക്കുന്ന ഇൻവെസ്റ്റിഗേഷനാണ് നടന്നത്. അതിനെയൊക്കെ കുറ്റം പറഞ്ഞ് രംഗത്തെത്തിയവരുടെ സാഹചര്യം ഇപ്പോൾ നാം കാണുകയാണ്. 2 ഉദാഹരണം. ഇന്നലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു പ്രസംഗം നടത്തി. 1 മാസം മുമ്പ് നിയമസഭയിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ആക്ഷേപിച്ച് സലാം പറയുന്ന സാഹചര്യം അങ്ങേരെയാണല്ലോ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ആക്കിയതെന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഇന്നലെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ കൃത്യമായി പറഞ്ഞ് ഇത്ര നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞ പുകഴ്ത്തൽ നമ്മൾ കേട്ടതല്ലേ. 2 ആഴ്ച മുമ്പ് ശബരിമല മണ്ഡല ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതിയുമില്ലാതെ ഇത്ര ഗംഭീരമായി ദർശനം അനുവദിച്ച ദേവസ്വം വകുപ്പിനെയും കേരളത്തിന്റെ ഗവൺമെന്റിനെയും പ്രോത്സാഹിപ്പിച്ച് അഭിനന്ദിച്ച ശ്രീ V മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന നമ്മൾ കണ്ടില്ലേ. ഏതു മേഖല എടുത്തു നോക്കിയാലും ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് കൊടുത്ത വാക്കുപാലിച്ച് കൃത്യമായി ഭരണ നിർവഹണവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തെ തകർക്കാൻ കള്ള വാർത്തകളുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇന്നുണ്ടല്ലോ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർത്താനം പറയുമ്പോൾ വാളയാർ കേസാണ് പറയാറ്.
വാളയാർ കേസിലെ ആ കുട്ടികളുടെ വിക്ടിമിന്റെ അമ്മ മുഖ്യമന്ത്രിക്കെതിരെ സ്ഥാനാർത്ഥിയായിട്ട് വന്ന സാഹചര്യവും മറ്റു കാര്യങ്ങളുമാണ് ഇവർ വിശദീകരിക്കാറ്. ഇന്ന് CBI അതിൽ കുറ്റപത്രം കൊടുത്തില്ലേ? ആരൊക്കെയാണ് പ്രതികൾ? ഈ ഘട്ടത്തിലെല്ലാം ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടുകൾ ശരിയെന്ന് വയ്ക്കുന്ന സാഹചര്യമല്ലേ ഇവിടെ ഉള്ളത്? രാഷ്ട്രീയ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ആരും കൊല്ലപ്പെടരുത് എന്ന കൃത്യമായിട്ടുള്ള നിലപാട് മുന്നോട്ട് വച്ച പ്രസ്ഥാനത്തെ ആക്രമിക്കാൻ എത്ര നുണയാണ് പ്രചരിപ്പിച്ചത്? അതിലും CBI കൊണ്ടുവന്ന 3-4 നേതാക്കന്മാരെ അങ്ങ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താനും ശിക്ഷിപ്പിക്കാനും നടത്തിയ നടപടിക്രമങ്ങളെല്ലാം നമ്മൾ കണ്ടില്ലേ? ഇപ്പൊ ഹൈക്കോടതി അവരെ പുറത്തേക്ക് വിട്ടല്ലോ ജാമ്യം. അപ്പൊ ഇതുപോലെ കേരള രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്ത് ഉയർന്നു വന്ന സാഹചര്യങ്ങളെല്ലാം എന്തൊക്കെ ചർച്ച ചെയ്യണം, എന്തൊക്കെ പൊലിപ്പിക്കണം, എന്തൊക്കെ പർവ്വതീകരിക്കണമെന്ന് കോൺഗ്രസും വലതുപക്ഷ മാധ്യമങ്ങളും കൂടിയിരുന്ന് തീരുമാനിക്കുകയും ആ തീരുമാനിക്കുന്നതെല്ലാം പർവ്വതീകരിച്ച് കാണിക്കുന്ന സാഹചര്യം നാം കാണുകയാണ്. പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ കുമിള പൊട്ടുന്നത് പോലെ, ബലൂൺ പൊട്ടുന്നത് പോലെ ആ നുണക്കൂമ്പാരങ്ങൾ പൊട്ടുന്നു, സത്യം പുറത്തു വരുന്നു. അത് കേരളത്തിലെ ജനത കൃത്യമായി മനസ്സിലാക്കുന്ന സാഹചര്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, ഏതായാലും നമ്മൾ ഈ വിഷയം അതീവ ഗൗരവമുള്ള വിഷയമാണ്. അതിലേക്ക് തന്നെ കഴിയുന്നത്ര കുറച്ചുകൂടി ചർച്ച മുന്നോട്ട് കൊണ്ടുപോകും എന്ന് വിചാരിക്കുന്നു. ഞാൻ ശ്രീജിത്തിൻ്റെ ഒരു അഭിപ്രായം ഇതിൽ പറയുന്നതിന് മുമ്പ് ഞാനിന്ന് ശ്രദ്ധിച്ചത് ശ്രീജിത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നമ്മൾ ഈ ചർച്ച ചെയ്ത മാധ്യമരംഗവും ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. രാഷ്ട്രീയ പ്രവർത്തകർ മാധ്യമങ്ങൾ എങ്ങനെ വാർത്തയെ കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുന്ന ആ രാഷ്ട്രീയപരമായൊരു നിരീക്ഷണം അതിലുണ്ട്. അരുണടക്കം പറയുന്നത് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ശ്രീജിത്തിൻ്റെ ഒരു അഭിപ്രായം ഇതിൽ കേൾക്കേണ്ടതുണ്ട്. ഞാൻ അതിനു മുമ്പ് ശ്രീജിത്ത് ഇന്ന് ആ പോസ്റ്റിൽ കോട്ട് ചെയ്ത അല്ലെങ്കിൽ കാണിച്ച ഒരു ചിത്രമുണ്ട്, ഞാൻ അതൊന്ന് എടുത്തിട്ടുണ്ട്. അത് സ്ക്രീനിൽ ഒന്ന് കാട്ടാം. ഇപ്പോൾ ഒന്ന് കണ്ടുകൊണ്ട് ഞാൻ ശ്രീജിത്തിലേക്ക് വരാം. ഇതാണ് ഇന്ന് ശ്രീജിത്തിൻ്റെ FB പോസ്റ്റിന് ആധാരമായി വന്ന ചിത്രം. കൈപിടിച്ച് KPCC, പരിഭവം മറന്നു കുടുംബം എന്നാണ് NM വിജയൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നൊരു പത്രത്തിൽ വന്ന വാർത്ത. അതിൽ ഉള്ള ആ ഒരു മാധ്യമ രീതിയെ വളരെ ശക്തമായി താങ്കൾ വിമർശിച്ചിട്ടുമുണ്ട്. അത് വേറെ കാര്യം, താങ്കളുടെ പോസ്റ്റിലുണ്ട്. താങ്കൾ അതടക്കമുള്ള കാര്യങ്ങളിൽ ശ്രീജിത്ത് സംസാരിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഈ വിഷയം ഇന്ന് IC ബാലകൃഷ്ണൻ MLA പ്രതിയായ ഒരു കേസിൽ, DCC പ്രസിഡന്റ് പ്രതിയായി നിൽക്കുന്ന കേസിൽ കോൺഗ്രസ് നേതൃത്വം ഇതിലെടുക്കുന്ന നിലപാടുകൾ ഗൗരവതരമായി വിമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ, ഇത്ര ഗൗരവമായ ഒരു കേസിൽ പ്രതികളായിട്ടും അവർക്ക് ഒരു സംഘടനാ നടപടിയും ഇല്ലാത്ത വിധം അവർക്ക് പൂർണ്ണ പിന്തുണ കോൺഗ്രസ് നൽകുമ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഇത്തരം പ്രശ്നങ്ങളോടൊരു സമീപനം കൈക്കൊള്ളുന്നത് എന്നൊരു ഗൗരവമായ വിഷയം, ഗൗരവമായ പ്രശ്നം ഇത് ഉന്നയിക്കുന്നുണ്ടോ ശ്രീജിത്ത്? തീർച്ചയായിട്ടും ഞാനത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലം മുതൽ നമ്മൾ ഞാനൊക്കെ അടങ്ങുന്ന കുറച്ച് പേര് ചുരുങ്ങിയ പക്ഷം മാധ്യമരംഗത്ത് കുറച്ചുകൂടി ഒരു നൈതികത വേണമെന്നോ അല്ലെങ്കിൽ ഒരു മാധ്യമങ്ങൾ ഒരുപക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പൊതുവെ ഒരു ധാരണയുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം നിർവഹിക്കുകയാണ് മാധ്യമങ്ങളുടെ ജോലി എന്നുള്ളത്. അതെങ്ങനെയോ നമുക്ക് വന്നുപെട്ടൊരു സങ്കല്പമാണ്. പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ നിർവഹിക്കണം. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മൾ രാഷ്ട്രീയത്തിൽ പൂർണ്ണമായിട്ടും എല്ലാ പക്ഷത്തിലെയും ശരികളും തെറ്റുകളെയും നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. രാഷ്ട്രീയത ഒരു കേരളത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം ഒരു പ്രധാനപ്പെട്ട ബീറ്റായിട്ട് കാണുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മുടെ മാധ്യമ രംഗത്ത്, കുറച്ച് കാലമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദീർഘകാലമായിട്ട് അതിൻ്റെ ഒരു പ്രവണതകൾ നമുക്ക് കാണാമായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അത് വളരെ പ്രകടമായിട്ട്, അതായത് പലപ്പോഴും മുമ്പ് നമ്മൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ഒരു തരത്തിൽ ഒരു അസഹിഷ്ണുതയോ അല്ലെങ്കിൽ ഒരു എതിർപ്പോ നമ്മുടെ പല മാധ്യമ രംഗങ്ങളിലും നമ്മൾ കണ്ടിട്ടും മാധ്യമങ്ങളിലൊക്കെ നമുക്കത് കണ്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും മെയിൻ സ്ട്രീം മീഡിയയിൽ, മുഖ്യധാരാ മാധ്യമങ്ങളിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ അത് ഒരു തരത്തിൽ മാറിയിട്ട് അത് ഇടതുപക്ഷത്തിനോടുള്ള ഒരു എതിർപ്പ് എന്നതിനപ്പുറത്തേക്ക് വ്യക്തിപരമായിട്ട് ഒരുപക്ഷെ മുഖ്യമന്ത്രിയിലേക്കും അല്ലെങ്കിൽ ചില ആളുകളിലേക്കും നീങ്ങുന്ന തരത്തിലേക്കുള്ള അത്തരത്തിലുള്ളൊരു ആക്രമണമോ അല്ലെങ്കിൽ അതൊരു അധിക്ഷേപവുമായിട്ട് പലപ്പോഴും ഇവിടുത്തെ ഒരു മാധ്യമ സംസ്കാരം മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു കോൺഗ്രസിനെ ഒരുപക്ഷെ ശ്രദ്ധിക്കുക
സംരക്ഷിക്കുക അല്ലെങ്കിൽ അതിനെ സേവ് ചെയ്യുക എന്നതിന് അപ്പുറത്തേക്ക് ഇടതുപക്ഷത്തിനെ ആക്രമിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ മാത്രമാണ് വാർത്ത, മറ്റൊന്നും വാർത്തയല്ല എന്നുള്ളൊരു തലത്തിലേക്ക് പലപ്പോഴും നമ്മളെ മാധ്യമങ്ങൾ നീങ്ങുന്നുണ്ട്. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഒരു തരത്തിലൊരു ആഘോഷത്തിൻ്റെ ഒരു വാർത്തയാണ്, അല്ലെങ്കിൽ അൻവർ, അതിപ്പോൾ അൻവർ അപ്പുറമായാലും ഇപ്പുറമായാലും അൻവർ പറയുന്ന പ്രസ്താവനകളുടെ കൂടെ, അഥവാ ഒരു പ്രസ്താവനകൾ, ആ പ്രസ്താവനകളെ തുടർന്നുള്ള തുടർ പ്രസ്താവനകൾ, ഇതെല്ലാം അതുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ഒരു വാർത്തകളുടെ ഒരു ശബ്ദഘോഷങ്ങളോ അല്ലെങ്കിൽ ഒരു കമൻട്രികളോ മാത്രമായിട്ട് ഒരു വാർത്തകൾ മാറുന്നു. അതേസമയത്ത് ഒരു ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറല്ല. അപ്പോൾ ഞാനൊരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ഞാൻ വിചാരിക്കുന്നത്, കഴിഞ്ഞ ഏതാണ്ടൊരു 9 വർഷത്തോളമായിട്ട് ഇവിടെ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇടതുപക്ഷ സർക്കാരിനെതിരെയും അല്ലെങ്കിൽ സർക്കാരിൻ്റെ അകത്തിനെതിരെയും യഥാർത്ഥത്തിൽ വാർത്തകൾ വരേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ 9 വർഷവുമായിട്ട് ഞാൻ ഇതുവരെ നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയയിൽ ഏതെങ്കിലും തരത്തിൽ ഗൗരവമുള്ള ഒരു വാർത്ത ഇവിടെ സർക്കാരിനെതിരെ പോലും കണ്ടിട്ടില്ല. ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ വാർത്തകൾ ചീട്ടുകൊട്ടാരം പോലെ തകരുന്നതോ അല്ലെങ്കിൽ സോപ്പ് കുമിളകളുടെ മാത്രം ആയുസുള്ളതോ മാത്രമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ദീർഘകാലം നമ്മളത് ചർച്ച ചെയ്തു. എത്രയോ കാര്യം, ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ തീപിടുത്തമുണ്ടായി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് നമ്മുടെ മാധ്യമങ്ങൾ, അത് ചാനലുകൾ മാത്രമല്ല നമ്മുടെ പ്രിന്റ് മീഡിയ അടക്കം ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ വയനാട്ടിൽ നടക്കുന്ന ഒരു സംഭവത്തിനെ കുറിച്ച് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത. അത് നമ്മുടെ ഒരു സമൂഹത്തിൽ പല തരത്തിൽ നമ്മളെ ബാധിപ്പിക്കുന്ന, നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അത് സംഭവിച്ചിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള ഒരു ഗൗരവത്തോടു കൂടിയും കൈകാര്യം ചെയ്യാനായിട്ട് മാധ്യമങ്ങൾ തയ്യാറല്ല. അതിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകളെയോ അല്ലെങ്കിൽ അതിൻ്റെ വാർത്തയുടെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു നിജ സ്വഭാവത്തെയോ പുറത്തു കൊണ്ടുവരാതെ കഴിയുന്നത്ര ഒളിച്ചു വയ്ക്കാനോ അല്ലെങ്കിൽ അതിനെ തലോടി വിടുവാനോ ഉള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അത് കുറച്ച് കാലമായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മാധ്യമങ്ങളോട് വളരെ രൂക്ഷമായിട്ട് സംസാരിക്കാനും മാധ്യമങ്ങളോട് എന്ത് പറഞ്ഞാലും ഒരു കോൺഗ്രസ് നേതാക്കൾക്ക് അത് പറഞ്ഞു പോകാനും പലപ്പോഴും പറ്റുന്നു. വളരെ ഈസിയായി, വളരെ ശ്രീത്ത് പറഞ്ഞ പോലെ ഒരു വല്ലാത്ത പ്രിവിലേജ് അനുഭവിക്കുന്നുണ്ട്. വളരെ ഈസിയായി അവർക്ക് ഒഴിഞ്ഞു മാറാം. അവർക്ക് ഇന്നത്തെ ഒരു ദിവസം പോലും ഏറ്റവും സുഖകരമായ തരത്തിലേക്ക് അവർക്ക് ഏറ്റവും അധികം ഉറക്കം കിടുന്ന ഒരു ദിവസം പോലും ആ ഒരു സ്പേസ് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഇതേ ദിവസം, നമ്മൾ നേരത്തെ അരുൺ സൂചിപ്പിച്ചു, വാളയാറുമായി ബന്ധപ്പെട്ടുകൂടി നമ്മുടെ ചർച്ച തന്നെ അധികം മുന്നോട്ട് പോകാത്ത വിധം നമ്മളൊക്കെ ജയചന്ദ്രൻ്റെ ഒരു സ്മരണയിലേക്ക്, അദ്ദേഹത്തിൻ്റെ സംഗീത സംഭാവനകളിലേക്കൊക്കെ പോകേണ്ട ഒരു സ്പേസാണ്. ഞാൻ ഒരു കാര്യം കൂടി ഞാൻ ശ്രീജിത്തിൻ്റെ മുൻപിലേക്ക് വെക്കാം. ഈ വാളയാർ കേസ് വളരെ നോട്ടബിളായി ഇന്ന് വന്നതാണ്. ആ കേസിൽ ഇപ്പോൾ അമ്മയും രണ്ടാനച്ഛനും പ്രതികളാകുകയാണ് CBI അന്വേഷിക്കുമ്പോൾ. ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കിയപ്പോൾ 2021 മാർച്ച് 24 ആ കാലത്തെ ഒരു പശ്ചാത്തലം ഓർമ്മിപ്പിക്കാൻ ഒരു ചെറിയ വാർത്തയുടെ ഒരു ഓൺലൈൻ പോസ്റ്റ് കൂടി ഒന്ന് കാണിച്ചുകൊണ്ട് ഞാൻ ശ്രീജിത്തിലേക്ക് തന്നെയാണ് വരുന്നത്. ശ്രീജിത്ത്, അത് രസം എന്ന് വെച്ചാൽ ആ 2021 തെരഞ്ഞെടുപ്പിൻ്റെ കാലമൊക്കെ അറിയാം. ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി എടുക്കുക, എന്നിട്ട് അതിനെ കൊണ്ടു നടക്കുക, എന്നിട്ട് കുഞ്ഞുടുപ്പ് ഒരു തെരഞ്ഞെടുപ്പ് ചിഹ്നമാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് ധർമ്മടത്ത് കൊണ്ടുപോയി മത്സരിപ്പിക്കാൻ ശ്രമിക്കുക, അതിനു വേണ്ടിയിട്ട് കുടപിടിക്കുന്ന വിധത്തിലേക്ക് മാധ്യമങ്ങളുടെ ഒരു വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും ഒക്കെ വിസ്മരിച്ചുകൊണ്ട് പോകുന്ന ഒരു തലം. സ്വാഭാവികമായും പ്രതിപക്ഷ മുന്നണി അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി. ഇത്തരത്തിൽ കൊണ്ടാടുന്ന വിവാദങ്ങളുടെ ആയുസ് ഒടുവിൽ ഒടുങ്ങുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്നുകൂടി പറയേണ്ടതായി വരുന്നില്ലേ? കാരണം ഇതിലൊക്കെ ജനങ്ങൾ പരിഹസിക്കുകയോ പൊട്ടിച്ചിരിക്കുകയോ ചെയ്യുന്നില്ലേ മാധ്യമങ്ങളുടെ വിശ്വാസ്യത സ്വയം ഇങ്ങനെ തകർക്കുന്നത് കാണുമ്പോൾ? തീർച്ചയായിട്ടും ഉണ്ട്. ഇതും തീർച്ചയായും നമ്മളൊരു സ്വയം അല്ല, മാത്രമല്ല അത് അത്രയും പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി, സോറി അത്രയും പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. അന്നിങ്ങനെ ധർമ്മടത്ത് കൊണ്ടുപോയി ഈ വാളയാറിലെ പെൺകുട്ടികളുടെ ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞ പെൺകുട്ടികളുടെ അമ്മയെ മത്സരിപ്പിക്കുമ്പോൾ അതിൽ ആരൊക്കെയായിരുന്നു എന്നുള്ളത് ഇന്ന് പലരും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഒന്ന് വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി വെൽഫെയർ പാർട്ടി, പിന്നുള്ളത് ദളിത് ആദിവാസി സംഘടനകൾ, അതുപോലെ SUCI, പിന്നെ വളരെ പ്രഖ്യാപിതരായി ഞങ്ങൾ സ്വയം പ്രഖ്യാപിത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ് എന്ന നിലയിൽ നിലകൊള്ളുന്ന കുറേ വ്യക്തികൾ ഒക്കെയുണ്ട്. വെൽഫെയർ പാർട്ടിയാണ് അതിൽ വളരെ നോട്ടബിളായിട്ടുള്ളൊരു കക്ഷി. ഇപ്പോഴും നമ്മുടെ പൊതുമണ്ഡലത്തിലെ ചർച്ചകളിൽ നിലനിൽക്കുന്ന ഒരു പാർട്ടി കൂടിയാണ്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. ശ്രീജിത്ത് പൂർത്തിയാക്കും.
അല്ല, തീർച്ചയായിട്ടും അത് നല്ലവണ്ണം ഓർമ്മയുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞാൻ ആ സമയത്ത് സജീവമായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് അല്പം വിട്ടുനിന്ന ഒരു കാലമായിരുന്നു. പക്ഷേ ഈ വാർത്തകൾ അറിയാൻ വേണ്ടി സ്വാഭാവികമായിട്ടും ദീർഘകാലം മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ നമുക്കത് പോയി അന്വേഷിക്കുക, അതിനെക്കുറിച്ചിട്ട് അറിയുക എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ സുഹൃത്തുക്കൾക്കൊപ്പം ഈ വാർത്ത അന്വേഷിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളതാണ്. വളരെ ദുഃഖകരമായ, വളരെ ക്രൂരമായ ഒരു കൊലപാതകങ്ങളും സങ്കല്പമായിട്ട് നടന്നിട്ടുള്ളത്. പക്ഷേ അതിലെ ആ കൊലപാതകങ്ങളെ ഒരു ക്രൈമായിട്ട് കാണുന്നതിനപ്പുറത്തേക്ക് അതിനെ ഒരു രാഷ്ട്രീയപരമായിട്ട് ദുരുപയോഗം ചെയ്യാനുള്ള ഒരു ശ്രമം അതിഭീകരമായിട്ട് നടന്നു. അത് ഭയാനകമായിട്ടുള്ളൊരു തരത്തിലാണ് അതിൻ്റെ ഒരു രീതി നമ്മൾ ആ കാലത്ത് കണ്ടുവന്നത്. അതിൻ്റെ ഒരു തുടർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ രീതിയിൽ ധർമ്മടത്ത് സ്ഥാനാർത്ഥിയായിട്ട് വന്നു. അതിനേക്കാൾ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നിയത് തൃത്താല മണ്ഡലത്തിൽ MP രാജേഷിനെതിരായിട്ട് ഈ പെൺകുട്ടിയുടെ അമ്മയെ കൊണ്ടു നടന്ന് പലയിടത്തും പ്രചരണത്തിന് കൊണ്ടുപോകുന്ന തരത്തിലേക്കൊക്കെ അത് എന്തിനായിരുന്നു അങ്ങനെ ഒരു കാര്യം ചെയ്തിരുന്നത്, അല്ലെങ്കിൽ എന്തായിരുന്നു അത്തരം ഒരു കാര്യത്തിന് നമ്മുടെ പുറകിൽ ഒരു രാഷ്ട്രീയം പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമുക്ക് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ദുഃഖകരമായിട്ട് തോന്നും. അത് പ്രതിപക്ഷത്തിലുള്ള ആളുകൾ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഇടതുപക്ഷത്തിനെതിരായിട്ട് തെരഞ്ഞെടുപ്പിൽ ആളുകൾ ചെയ്യുന്നതിലൊന്നും ഞാൻ അസ്വാഭാവികത കാണുന്നില്ല. പക്ഷെ അതിന് കുടപിടിക്കുന്ന തരത്തിൽ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അസ്വാഭാവികമായ കാര്യം, അത് വളരെ സ്വയം വിമർശനപരമായിട്ട് ഞാൻ എൻ്റെ ഒരു കുറ്റമായിട്ട് കാണുന്ന രീതിയിൽ കാണുന്നത്. നിശ്ചയമായി അതിൽ നിന്ന് ഒഴിഞ്ഞ് നമ്മൾ ആരും മാറി നിന്ന് വേറെ ആരെങ്കിലും വിമർശിക്കുന്നതായി മാധ്യമ വിമർശനത്തെ എടുക്കരുത്. സ്വയം വിമർശനപരമായി തന്നെയാണ് അതിനെ കാണേണ്ടത്. നമ്മൾ കൊടുക്കുന്ന ഒരു വാർത്ത അത് ഉത്തരവാദിത്വത്തോടു കൂടിയാകണം. നമ്മൾക്കത് പിൻവലിച്ച് മാപ്പ് പറയേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാനുള്ള ഉത്തരവാദിത്വത്തോടെ വാർത്തയെ സമീപിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. വിശ്വാസ്യത പൂർണ്ണമായി നശിപ്പിച്ച് അപ്പോഴത്തെ കേവല വിവാദത്തിന് വേണ്ടി എന്തും വിളിച്ചു പറയുക, എന്തും പറയുക, അതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കാനുള്ള സാധ്യത പോലും ഉപയോഗിക്കാതെ മാധ്യമങ്ങൾ ഈ വിധം കൺമുമ്പിൽ ഇങ്ങനെ കാണുന്നതിലേക്ക്, ആ വിവാദത്തിലേക്ക് മാത്രം ഊന്നുമ്പോൾ ഉണ്ടാകുന്ന അപകടകരമായ പിഴവുകൾ, വലിയ ചതിക്കുഴികളാണ് ഇതിലെല്ലാം കണ്ടുവരുന്നത് എന്നുള്ളത് സാന്ദർഭികമായിട്ടല്ല, കാര്യമായി തന്നെ പറഞ്ഞത് കൂടിയാണ്. ഞാൻ അത്രയും തൽക്കാലം അതിനപ്പുറത്തേക്ക് ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷനിലേക്ക് പോകുന്നതിന് സ്കോപ്പില്ല എന്നുള്ളത് മൂന്ന് പേരും മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വസന്തിലേക്ക് ഒരു കാര്യം കൂടി, വസന്ത് ചുരുക്കി, നിശ്ചയമായി നിയമപരമായി ഫൈറ്റ് ചെയ്യേണ്ടി വരും. അത് നിയമപരമായ അവകാശവും ഉത്തരവാദിത്വവും തന്നെയാണ്, ആയിക്കോട്ടെ. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതുപോലൊരു അപകടാവസ്ഥയിൽ നിൽക്കുമ്പോൾ പൊതുജന വിശ്വാസ്യത എന്നത് പ്രധാനമല്ലേ? ആ പൊതുജന വിശ്വാസ്യത ആർജിക്കണമെങ്കിൽ പ്രതിയായി നിൽക്കുന്ന ആളുകളെ സംഘടനാപരമായി മാറ്റി നിർത്തുക, അവരെ പുറത്താക്കണം എന്നൊന്നുമല്ല. പക്ഷേ ജനങ്ങൾക്ക് കൂടി ബോധ്യപ്പെടും വിധത്തിലേക്കുള്ള സംഘടനാ തീരുമാനങ്ങൾ എടുക്കാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ ഒരു MLA കാര്യത്തിൽ തയ്യാറാകാത്തത്, അല്ലെങ്കിൽ DCC പ്രസിഡന്റ് കാര്യത്തിൽ തയ്യാറാകാത്തത്? അത് ചെയ്യേണ്ടതല്ലേ? അവരെ മാറ്റി നിർത്തേണ്ടതല്ലേ? ഈ ചർച്ചയിലുള്ള അരുൺ അടക്കം അഭിഭാഷകരാണ്. നമ്മളൊരു കേസിൽ ജാമ്യം നിഷേധിക്കുക, ജാമ്യം കൊടുക്കുക എന്തിലാണ്? പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടോ എന്ന് നോക്കും. പ്രൈമാ ഫേസി എവിഡൻസ്. അത് പാർട്ടിയുടെ പ്രഥമ ദൃഷ്ടിയിൽ ഇവർക്കെതിരെ തെളിവുള്ളതായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഈ പെട്ടെന്ന് പറഞ്ഞു നിർത്താം, പ്രിയപ്പെട്ട ജയേന്ദ്രൻ മാഷിന്റെ മരണമുണ്ടല്ലോ, പെട്ടെന്ന് തന്നെ പറഞ്ഞു നിർത്താം. ഈ കത്തിൽ പരാമർശിക്കുന്ന രണ്ട് വിഷയങ്ങൾ, ഒന്ന് അദ്ദേഹത്തിന്റെ മകന്റെ ജോലിയുമായി ബന്ധപ്പെട്ട്, അത് ഞങ്ങളുടെ കാലത്തല്ല, ഇടതുപക്ഷത്തിന്റെ കാലത്താണ്. രണ്ട്, പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട്, പണം വാങ്ങി എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്ന രണ്ടുപേർ, അവർ ഇന്ന് ജീവനോടെ ഉണ്ട്. അവരിൽ ആരും പരാതിയുമായി വന്നില്ല. ഒന്ന് പ്രേമനിൽ നിന്ന് വാങ്ങിക്കൊടുത്ത 7 ലക്ഷം എന്നാണ് പറയുന്നത്. പ്രേമൻ പരാതിക്കാരനായി വസന്ത ഒന്ന് ഡീറ്റെയിൽസ് ഒഴിവാക്കിയാൽ ഉപകാരമായി. അതുകൊണ്ട് ഈ രണ്ട് പ്രധാനപ്പെട്ട കത്തിൽ പരാമർശിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിലും ഞങ്ങളുടെ മുമ്പാകെ, ഞങ്ങളുടെ അന്വേഷണ കമ്മീഷന് മുമ്പാകെ, ഞങ്ങൾക്ക് മുമ്പാകെ അങ്ങനെ ഒരു തെളിവേ ഇല്ല. അതുകൊണ്ടാണ് പ്രൈമാ ഫേസി എവിഡൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് അന്വേഷണ റിപ്പോർട്ട് വരുന്നതോടൊപ്പം വരെ പാർട്ടി സ്വാഭാവികമായും അവരെ സംരക്ഷിക്കും, അവരെ കൂടെ നിർത്തും എന്നതിൽ യാതൊരു സംശയം വേണ്ട. പോലീസിന് ഏത് വിധത്തിലും അന്വേഷിക്കാം, ഞങ്ങളുടെ DCC ഓഫീസുകളിലേക്ക് വരാം, ഞങ്ങളുടെ മിനിറ്റ്സ് ബുക്കുകൾ പരിശോധിക്കാം, അതിൽ ഞാൻ വസന്ത് പറഞ്ഞതിൽ ആ ഭാഗം എടുക്കുകയാണ്. ഞങ്ങൾ സംരക്ഷിക്കും, ഈ ഘട്ടം അങ്ങനെ തന്നെയുള്ളതാണ്, അവരെ മാറ്റി നിർത്തേണ്ടതില്ല എന്ന രാഷ്ട്രീയ തീരുമാനമാണ് കോൺഗ്രസ് വക്താവ് എന്ന നിലയിൽ വസന്ത് പറഞ്ഞു വെച്ചത്. കോൺഗ്രസിന് ഒരു MLA ഇത്ര ഗുരുതരമായൊരു കേസിൽ പ്രതിയായി നിൽക്കുമ്പോഴും അദ്ദേഹത്തിന് എതിരെ ഒരു നടപടിയും എടുക്കേണ്ടാത്ത ഒരു രാഷ്ട്രീയ ആത്മവിശ്വാസം, അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്കൽ കണ്ടീഷനിങ് കേരളത്തിൽ കോൺഗ്രസ് അനുഭവിക്കുന്നുണ്ട്, ഒരു പ്രിവിലേജ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രശ്നം അപ്പോഴും ബാക്കിയായി നിൽക്കുകയാണ്. ഏതായാലും അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇതിനിടയിൽ അരുണിനോട് എനിക്ക് ചോദിക്കാൻ വന്നൊരു കാര്യം, കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളൊക്കെ താങ്കൾ
പറയുന്നത് കേട്ടു, അത്തരം ഒരു വീഡിയോ കാണുകയുണ്ടായി. നമ്മൾ മാധ്യമങ്ങളെ കൂടി ചർച്ചയാക്കിയത് കൊണ്ടാണ്. ഏതോ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് താങ്കൾ കൊടുത്തൊരു കേസിൽ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ ആദ്യമായി ആ ചർച്ചയിൽ അതിഥിയോട് അപമര്യാദയായി പെരുമാറിയ വാർത്താവതാരകനെതിരെ താങ്കൾ കേസ് കൊടുത്തുവെന്നും ആ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റ്സിലേക്ക് പോകുന്നുവെന്ന് പറയുന്നതും കേട്ടു. താങ്കൾ നേരിട്ട് ഈ ചർച്ചയിൽ ഉള്ളതുകൊണ്ട് എനിക്ക് പേരോ സ്ഥാപനമോ എന്നുള്ളതല്ല, എന്തായിരുന്നു പ്രശ്നം, എന്തായിരുന്നു താങ്കളുടെ ആ നിയമപരമായ നീക്കം, അത് ഏത് തരത്തിലാണ് ഗൗരവമായി മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടതായി വരുന്നത്, അതുകൂടി ഒന്ന് ചുരുക്കി. അതെ, ഇവിടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലേക്ക് ഷൂ എറിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാഹചര്യം, അതിൽ വസ്തുതാപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തു എന്ന കാരണത്താൽ അന്നത്തെ ദിവസം പ്രധാനപ്പെട്ട ചാനലിൽ ചർച്ചയ്ക്ക് വിളിച്ച് ആങ്കർ വളരെ മോശമായിട്ട് പെരുമാറുന്നു. നമ്മുടെ മൈക്ക് കൃത്യമായിട്ട് സൗണ്ട് കുറച്ചു വയ്ക്കുന്നു, ഒന്നും പറയാൻ അനുവദിക്കാതെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഏറ്റവും പരുഷമായി മോശമായി ആക്രമിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ വളരെ എനിക്ക് എൻ്റെതായിട്ടുള്ള വ്യൂ പറയാൻ അനുവദിക്കാതെയാണ് ആ ചർച്ച അവസാനിച്ചത്. പക്ഷെ അന്ന് ദിവസം വൈകുന്നേരം തന്നെ എനിക്ക് ഒരു മെസ്സേജ് ഇടുകയാണ് ആങ്കർ, പെട്ടെന്നുള്ള പ്രൊവോക്കേഷനിൽ പറഞ്ഞു പോയതാണ് എന്നും പറഞ്ഞ്. അപ്പോൾ പൊതുമണ്ഡലത്തിൽ ഏറ്റവും മോശമായിട്ട് ഗസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ചർച്ചയിലേക്ക് വിളിച്ചു വരുത്തുന്ന അതിഥിയെ മോശമായി ചിത്രീകരിച്ചതിന് ശേഷം വൈകുന്നേരം വാട്സപ്പിലൂടെ മെസ്സേജ് ഇടുന്നു. അതിൽ ഞാൻ നിയമ പോരാട്ടം ആരംഭിച്ചു, വക്കീൽ നോട്ടീസ് അയച്ചു, മറുപടി തന്നില്ല, കൃത്യമായിട്ട് പ്രൈവറ്റ് കംപ്ലൈൻറ്റ് കൊടുത്തു. ആ പ്രൈവറ്റ് കംപ്ലൈൻറ്റ് കോടതി കൃത്യമായിട്ട് പരിശോധിച്ചു, എന്നെ വിസ്തരിച്ചു, എൻ്റെ സാക്ഷികളെ വിസ്തരിച്ചു, ഡോക്യുമെന്റുകൾ പരിശോധിച്ചിട്ട് ആ ആങ്കർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു ചാനൽ ചർച്ചയിൽ അതിൽ ആങ്കർ ഗസ്റ്റിനോട് മോശമായിട്ട് പെരുമാറുകയും വസ്തുതാവിരുദ്ധമായിട്ട് പെരുമാറുകയും അതുപോലെ തന്നെ ഡിഫാമേഷൻ, അപകീർത്തി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തിയാൽ അത് നിയമപരമായി ശിക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന രൂപത്തിലേക്ക് ഏറ്റവും വലിയ നിയമ പോരാട്ടത്തിലേക്ക് അത് കടന്നെത്തിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓർഡർ എല്ലാം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അത് പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം തെറ്റായിട്ടുള്ള വാർത്ത, വ്യാജമായിട്ടുള്ള സാഹചര്യം, അതുപോലെ തന്നെ വസ്തുതയുമായി പുലബന്ധമില്ലാത്ത സാഹചര്യങ്ങൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നെല്ലാം മനസ്സിലാക്കിയിട്ട് അത് പൊതുമണ്ഡലത്തിൽ അവതരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ചാനൽ ചർച്ചകളിൽ അതിഥികളായിട്ട് വരുന്നവരെ അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനും ശ്രമിക്കുന്നവർക്കെതിരെ തക്ക മറുപടി കൊടുക്കുന്ന ഇനി അത്തരത്തിലുള്ളൊരു സാഹചര്യം കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ രാജ്യത്തുണ്ടാകാൻ പാടില്ല എന്ന സന്ദേശം നൽകുന്ന ഒരു ഓർഡറാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അത് ഏറ്റവും ഗൗരവത്തോടെ എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വേദനയും വിഷമവും ദുഃഖവും അതിൻ്റെതായിട്ടുള്ള കഷ്ടനഷ്ടങ്ങളും എല്ലാം അനുഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിന്റെ ഒരു വേദന മനസ്സിലാകൂ. പറയുന്നവർക്കും അത് പൊതുമണ്ഡലത്തിലേക്ക് അങ്ങ് ഇറക്കി വിടുന്നവർക്കും അത് കഴിഞ്ഞ് പോകാം. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ദുഃഖവും വിഷമവും എല്ലാം ഉണ്ട്. അത് ശരിക്കും ഒരു വർഷം ഞാൻ അനുഭവിച്ചു. 2023 ഡിസംബർ മാസം 23-നാണ് ഈ സംഭവം ഉണ്ടായത്. 27-ന് തന്നെ ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചു. ഒരു വർഷം നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ആ പ്രധാനപ്പെട്ട ആങ്കറെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കി ഈ ജനുവരി മാസം 30-ാം തീയതി കോടതിയിൽ ഹാജരാകണം, ജാമ്യം എടുക്കണം എന്നുള്ള തരത്തിൽ കോടതി ഉത്തരവിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അതാണ് ഞാൻ ഇന്നലെ ഒരു ചർച്ചയിൽ പറയുകയും ഇന്ന് അതിന്റെ ഉത്തരവടക്കം പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നത്. ഇതെല്ലാവർക്കും ഒരു സന്ദേശമായി മാറാൻ. കാരണം ഇപ്പോൾ ഹണി റോസുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യം എല്ലാം ഉണ്ട്, മറ്റു സാഹചര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ പെടുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നത് ഇതെല്ലാവർക്കും ഒരു സന്ദേശമായി മാറാൻ. കാരണം ഇപ്പോൾ ഹണി റോസുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യം എല്ലാം ഉണ്ട്, മറ്റു സാഹചര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അത് സോഷ്യൽ മീഡിയയിലൂടെ ആയാലും മാധ്യമങ്ങളിലൂടെ ആയാലും പത്രങ്ങളിലൂടെ ആയാലും അപകീർത്തിപ്പെടുത്താൻ മനഃപൂർവ്വം കച്ചകെട്ടി പ്ലാൻ ചെയ്ത് വന്ന് അത്തരത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായാൽ അവർക്കെതിരെ എല്ലാം മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ ആ സാഹചര്യത്തിലോട് തുലനം ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടാകുന്ന സാഹചര്യം എല്ലാം ഉണ്ടായത്. അതേതായാലും പൊതുസമൂഹം ചർച്ച ചെയ്യണം. അത്തരത്തിൽ ശ്രമങ്ങൾ നടത്തുന്നവരെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഈ കേരളത്തിൽ വളർന്നു വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ശ്രീജിത്ത്, ഇത് ശ്രദ്ധിച്ചിരുന്നോ, അറിഞ്ഞിരുന്നോ ഈ വിഷയം? വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അറിഞ്ഞിരുന്നു വിഷയം അറിഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ടും ഇത് ഇപ്പം മാത്രമല്ല, ഈ വിഷയം നടന്ന സമയത്ത് തന്നെ അറിഞ്ഞിരുന്നു. അന്ന് തന്നെ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യത്തിൽ ഇത്തരം ഒരു കാര്യം ഒരു ടെലിവിഷൻ ആങ്കറുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ റിപ്പോർട്ടറുടെ ഭാഗത്തുനിന്നോ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇത് ഞാൻ പലപ്പോഴും ഇതിനു മുൻപും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ആങ്കർമാരായാലും അതിഥികളായിട്ട് വരുന്ന ആളുകളാണെങ്കിലും മറ്റ് അതിഥികൾക്കെതിരെ അല്ലെങ്കിൽ ആങ്കർമാർ മറ്റ് അതിഥികൾക്കെതിരെ ഇത്തരത്തിൽ അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൂടാ എന്നുള്ളതും ഒരു സ്ഥലത്ത് ഇരുന്നിട്ട്
വന്നിട്ട് നമ്മളൊരു ഡെക്കോറം പാലിച്ച് സംസാരിക്കേണ്ടതിൻ്റെ ഒരു മര്യാദ അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആങ്കറാണ്, നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൈക്കിന്മേൽ അധികാരമുണ്ട് എന്ന് കരുതിയിട്ട് വരുന്ന ഒരു അതിഥിയോട് ഏറ്റവും അപമര്യാദയോട് സംസാരിക്കുകയും അവരെ പറയാൻ അനുവദിക്കാതിരിക്കുകയും അവരുടെ വളരെ അവഹേളിക്കുന്ന തരത്തിൽ പെരുമാറുകയും ചെയ്യുന്നു. നമ്മൾ ഇതിനു മുമ്പും പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇവിടെ മറ്റേ കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് മറ്റേ പി രാജീവ് ദേശാഭിമാനിയുടെ എഡിറ്റർ ആയിരിക്കുന്ന സമയത്ത് ദേശാമൻ്റെ എഡിറ്റർ എന്നുള്ള വർത്തമാനമൊന്നും ഇവിടെ പറയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു ചാനലിലെ ഒരു ആള് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അത്തരം ഒരു സംസാരം നടത്തിയിട്ട് ഒരാൾക്ക് തുടർന്ന് അത്തരമുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ വേറൊരാള് മൂക്കിടിച്ചു പരത്തണം എന്ന മട്ടിൽ പറയുന്നത് നമ്മൾ കേട്ടതാണ്. ലിബൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ശ്രീത്ത് വേറൊരു ചർച്ചയിൽ ഇതുപോലെ ആ നേതാവിന്റെ കേട്ടിട്ടുണ്ട്. അപ്പോ അത്തരം എന്താണ് ഇപ്പൊ പറഞ്ഞത്, നമ്മളെല്ലാവരുടെയും ഇപ്പോഴത്തെ ഒരു ചാനൽ, ഇത്തരം ചാനൽ ചർച്ചകളുടെ ഒരു പ്രാഗ്രൂപം എന്ന് പറയുന്നത് ഈ അർണബ് ഗോസ്വാമിയും മറ്റ് അതേപോലെയുള്ള ആളുകളുമാണല്ലോ. ഇവിടെ ഹിന്ദുത്വയുടെ വലിയ പ്രചാരകരും മറ്റേ ഘോഷകരുമാണല്ലോ ഇതിന്റെ ഒരു മറ്റേ നിങ്ങളുടെ മാതൃക ആളുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇത്തരം അത്തരത്തിൽ അങ്ങനെ പോലും അത് എടുക്കില്ല. ഞാൻ ഉൾപ്പെടുത്തിയിട്ടല്ല ഞാൻ പറഞ്ഞത്, ഇത്തരത്തിൽ പെരുമാറുന്ന ആളുകളുടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇല്ല, ഞാൻ ശരത്ത് ഇതുവരെ മറ്റേ ആളുകളോട് ബഹളം വെക്കുന്നതോ അല്ലെങ്കിൽ മോശമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്റെ ആരും അങ്ങനെ പറഞ്ഞു. വസന്തനോട് പിണങ്ങിയിട്ടുണ്ട്, ഇനി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വേറെ കാര്യം. വിഷയത്തിൽ പിണക്കം ഉണ്ടാവുമായിരിക്കും. എനിക്കും തോന്നിയിട്ടുണ്ട് പല ആങ്കർമാരോടും പിണക്കം. അല്ലേ വസന്ത്? അല്ല, ചർച്ചയ്ക്ക് ശേഷം നമ്മൾ എത്രയോ തവണ സംസാരിച്ചിട്ടുണ്ട്. ഇനി ഈ വഴിക്ക് വരില്ല എന്ന് വസന്ത് എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. പക്ഷെ നമ്മൾ പറഞ്ഞ്, കാരണം വിഷയത്തിൽ നിന്നിട്ടാവും. അത് വ്യക്തിഹത്യയിലേക്ക് പോകരുത്, ആക്ഷേപകരമാകരുത്, അധിക്ഷേപം ആകരുത്. ശ്രീത്ത് ഒരു കാര്യം കൂടി, അതായത് ഈ ചാനൽ മുറിയിലെ ഒരു അവകാശം ഉപയോഗിച്ച് വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറഞ്ഞ് ബോബി ചെമ്മണ്ണൂരാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് അഡ്വക്കേറ്റ് അരുൺ പറഞ്ഞു വെക്കുന്നത് ഈ കേസിലൂടെ, അല്ലേ, വാർത്താവതാരകരോട്. ശ്രീജിത്ത്? അതെ, തീർച്ചയായിട്ടും. അതെ. നിങ്ങൾക്ക് വായിൽ തോന്നിയതൊന്നും ആരെയും പറയാൻ പാടില്ല എന്നുള്ളതൊരു അടിസ്ഥാന മര്യാദയായിട്ട് കണക്കാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യെസ്, നമുക്ക് ഏതായാലും പ്രധാനപ്പെട്ട വിഷയങ്ങളായതുകൊണ്ട് ഈ ചർച്ചയിൽ ഇത്രയെങ്കിലും രജിസ്റ്റർ ചെയ്ത് പോകണം എന്നുള്ളത് കൊണ്ടാണ് ഈ ചർച്ചയിൽ ഇത്രയും നേരം നമ്മൾ ആ കാര്യങ്ങൾ പറഞ്ഞു പോയത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച വാർത്തയുടെ മറ്റ് തലങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. 3 പേരോടും ഞാൻ അതനുസരിച്ച് പറയും. നമ്മുടെ ഈ ചർച്ച നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അവസാനിപ്പിക്കാം. താങ്ക് യു വസന്ത്, അഡ്വക്കേറ്റ് അരുൺ, അതുപോലെ തന്നെ ശ്രീജിത്ത്.